ഹലോ. അപ്പം ഞാനിന്ന് ആൻറ്റിയുടെ കൂടെ ബ്യൂട്ടീഷ്യൻ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി പോവാന്ന്. എനിക്ക് ശരിക്കും പറഞ്ഞാൽ അതിനെക്കുറിച്ച് ഒന്നും അറിയില്ല, പക്ഷെ വെറുതെ ഒന്ന് പോയി നോക്കുന്നേ. അപ്പോൾ ബായ്. കാസർഗോഡ് റിസോർട്ട് ആ ഭാഗം തച്ചങ്ങാട് അങ്ങോട്ടാണ്. അപ്പം നമുക്ക് പോയി നോക്കാം. ആൻറ്റി അവിടെ നിന്ന് എന്നെ കൂട്ടാൻ വന്നു. എന്നിട്ട് ഞങ്ങൾ പോവുകയാണ്. ഗേറ്റ് വേ ബേക്കൽ എന്നാണ് റിസോർട്ടിൻ്റെ പേര്. നമ്മുടെ തൃക്കണ്ണാട് അമ്പലത്തിൽ നിന്ന് ആ ടേണിങ്ങിലേക്ക് കുറച്ച് പോയി അവിടെ നിന്ന് കുറച്ച് ഉള്ളിലോട്ടാണ്. കാണാൻ നല്ല ഭംഗിയുണ്ട്. കുറച്ച് മുന്നേത്തെ വ്ളോഗായത്, ഞാൻ ഇടാൻ കുറച്ച് ലേറ്റായിപ്പോയി. നമ്മൾ തൃക്കണ്ണാട് ഇങ്ങോട്ട് വന്ന് കുറച്ച് ഒരു പുഴക്കര എത്തിയ സമയത്ത് ആ ടേണിങ്ങുമ്പോൾ ദേ കാണുന്ന കേട്ടോ, അതാണ് നമ്മുടെ റിസോർട്ട് ഗേറ്റ് വേ. അവിടെ നിന്ന് ഞങ്ങൾ അകത്തേക്ക് എവിടെയാണ് ബാക്കിയുള്ളവരൊക്കെ വന്നു എന്നറിയില്ല, അവരെ വെയിറ്റ് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ അകത്തേക്ക് പോയി. ഓഡിറ്റോറിയത്തിലേക്കാണ് നമ്മൾ പോയി കുറച്ച് സമയം ഇരുന്നത്. നല്ല ഭംഗിയായിരുന്നു അതിനകത്തൊക്കെ കാണാൻ. ഞങ്ങൾ പോകുന്ന സമയത്ത് അവിടെ അവർ ഓഡിറ്റോറിയം ഡെക്കറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് സമയം നമ്മൾ ആ ഓഡിറ്റോറിയത്തിൽ വെയിറ്റ് ചെയ്തു. പിന്നെ ഞാൻ പോയി അവിടുത്തെ സ്ഥലമൊക്കെ ഷൂട്ട് ചെയ്യാൻ പോയി. നല്ല രസമായിരുന്നു എല്ലാം കണ്ടിരിക്കാൻ. പിന്നെ ഈ ഡെക്കറേഷൻ ചെയ്യുന്നത് കുറച്ച് സമയം നോക്കിയിരുന്നു. അവിടെ ഇഷ്ടം പോലെ ഫ്ലവേഴ്സൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു, അത് കാണാനും നല്ല രസമുണ്ടായിരുന്നു. പിന്നെ അവിടെ കുറച്ചിരുന്ന ശേഷം ഞങ്ങൾ ബ്യൂട്ടീഷ്യന്മാർക്ക് അവരുടെ ഒരു കോൺഫറൻസ് ഹാൾ പോലെ ഉണ്ടായിരുന്നു. ആ കോൺഫറൻസ് ഹാളിലേക്ക് നമ്മൾ നടന്നു പോയി. ഇതാണ് അതിൻ്റെ എൻട്രൻസ്. കുറേ ആനയുടെ വിഗ്രഹമൊക്കെ ഉണ്ട്. നല്ല രസമുണ്ട് കാണാൻ ശരിക്കും. അവിടെ എല്ലാവർക്കും ID കാർഡ് കിട്ടി. അതിൻ്റെ കൂട്ടത്തിൽ ഞാനും ഒരു ID കാർഡ് എടുത്തിട്ടു. ഞാനും ആൻറ്റിയും കുറേ പേരും ഉണ്ടായിരുന്നു. ബ്ലാക്ക് കളർ ഡ്രസ്സാണ് എങ്കിൽ എല്ലാവരും ഇട്ടത് ആ ടൈമിൽ. ഇത് അവരെ ഫോട്ടോ സെക്ഷൻ. വന്നവരുടെയൊക്കെ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഞങ്ങൾ കുറച്ച് നേരത്തെ എത്തി. ഏകദേശം ഒരു ഉച്ച ടൈം ആവാനാകുമ്പോഴായിരിക്കും നമുക്ക് വർക്കൊക്കെ സ്റ്റാർട്ട് ചെയ്യുക. ശരിക്കും പറഞ്ഞാൽ എനിക്ക് വർക്കല്ല കേട്ടോ, ഞാൻ ആൻറ്റിയുടെ കൂടെ വെറുതെ ഒന്ന് പോയതാണ്. പിന്നെ അവിടെ നിന്ന് കണ്ട മിററിലൊക്കെ സെൽഫി എടുത്ത് മിറർ വീഡിയോ എടുത്ത് നടക്കുമായിരുന്നു ഞാൻ. പിന്നെ അവിടെ നിന്ന് അവർ ഹെയർ സ്റ്റൈലിൽ വെക്കേണ്ട ഫ്ലവേഴ്സ് ഇല്ലേ, ആ ജിപ്സം ഫ്ലവേഴ്സ്, അതൊക്കെ അവർ ഓരോ രീതിയിൽ ഇങ്ങനെ റെഡിയാക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. അതൊരാളെ തലയിൽ വെക്കേണ്ട പോലത്തെ ആ ഫ്ലവറിൻ്റെ പേര് ജിപ്സം എന്നാണ്. ഇതൊക്കെ സെപ്പറേറ്റ് ആക്കി മുറിച്ചെടുത്ത് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. ഹെയർ സ്റ്റൈലിന് ഇത്ര ആൾ, പിന്നെ മേക്കപ്പിന് കുറച്ച് ആൾ, അങ്ങനെ ഓരോരോ തരത്തിന് ഓരോരോ ആൾക്കാരായിട്ട് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഇവരൊക്കെ കൂടെ ഫ്ലവേഴ്സ് റെഡിയാക്കുന്നു. കുറേ ഫ്ലവേഴ്സ് ഉണ്ടായിരുന്നു. ജിപ്സം മാത്രമല്ല, ഒരു 3 കളർ റോസ് ഉണ്ടായിരുന്നു. പിന്നെ ഒരു ടൈപ്പ് ഓഫ് ലാവൻഡർ ഫ്ലവർ, ഇതൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ അവിടെ അവരെ നോക്കി നിൽക്കുമായിരുന്നു വീഡിയോ എടുത്തുകൊണ്ട്. അതാണ് ഞാൻ അവിടെ ചെയ്ത മെയിൻ പണി. ഇതാ ഞാൻ പറഞ്ഞ ലാവൻഡർ ഫ്ലവേഴ്സ്. ആ ഫ്ലവേഴ്സിൻ്റെ കൂട്ടത്തിൽ എനിക്ക് ട്വിസ്റ്റ് ആയത് ഇതാണ് കേട്ടോ. ഇതും അതേ ജിപ്സം പോലെ തന്നെ കട്ട് ചെയ്ത് അവരോരോ സെക്ഷനാക്കി എടുത്തിട്ടാണ് തലയിൽ ചൂടാൻ വേണ്ടി സെറ്റാക്കി വെക്കുന്നത്. അതിൻ്റെ ഇടയിൽ ഒരാൾ വന്നു, അവർ സ്പാ ചെയ്യാൻ പറഞ്ഞു. ഞാൻ ഇതുവരെ ഈ സ്പാ ചെയ്യുന്നത് ബ്ലോ ഡ്രൈ അത് മിക്സായി ചെയ്യാൻ പറഞ്ഞു. അത് ഞാൻ ഇതുവരെ ചെയ്യുന്നത് കണ്ടിട്ടില്ല. അന്നാ കണ്ടത്. ഒരു സ്പ്രേയും ക്രീമും ഇങ്ങനെ അതൊക്കെ അടിക്കുന്നത് കണ്ടു. ഞാനും ഒരു കൗതുകത്തോടെ അത് നോക്കി നിന്നു. അവർ ചെയ്യുന്ന ഒരു ക്രീമെല്ലാം എടുത്ത് തലയിൽ തേക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു സ്മൂത്ത്നെസ് കിട്ടാനായിരിക്കും. പിന്നെ അതെടുത്ത് സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ടായിരുന്നു, ചുരുട്ടി വെക്കുന്നുണ്ടായിരുന്നു. പോയി ഇവിടെ ശരിക്കും കാണണം. എല്ലാം ഒരു വില്ല പോലെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ശരിക്കും ബ്യൂട്ടിഫുള്ളായിരുന്നു. നമുക്ക് ഒരു ദിവസമല്ല അവിടെ വെറുതെ വന്നിരുന്ന് സ്റ്റേ ചെയ്ത് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇതിലുള്ള നല്ല രസമുണ്ടായിരുന്നു. ഒരു ഹട്ട് പോലെ ഓരോ വീട് പോലെ സെറ്റ് ചെയ്ത് വെച്ചു.
അതിനകത്ത് ഒരു വീട് പോലത്തെ സംഭവത്തിൽ ഒരാൾ താമസിക്കുന്നത്. ഇതിനെന്ന് വെച്ചാൽ ഗാർഡൻസ് ഉണ്ട്. ആ ഓരോ വീടിനും ഫ്രണ്ടിൽ ഗാർഡൻ, ഒരു സിറ്റ് ഔട്ട്, അങ്ങനെ എല്ലാം കൊണ്ടും വളരെ ബ്യൂട്ടിഫുള്ളാണ്. കാണാൻ നല്ല സെറ്റ് സ്ഥലം. നമ്മുടെ കാസർഗോഡ് ഇതുപോലത്തെ സ്ഥലം എനിക്ക് ഭയങ്കര അതിശയമായിരുന്നു. ഞാനവിടെ ഒരു നോർത്ത് ഇന്ത്യൻ അവർ വന്നപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു എന്തുകൊണ്ടാണ് ഈ പ്ലേസ് സെലക്ട് ചെയ്തതെന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ സ്ഥലങ്ങൾ നോക്കിയപ്പോൾ ബ്യൂട്ടിഫുള്ളായ പ്ലേസ് ഇതാണെന്ന്. ഞങ്ങൾ പോയപ്പോൾ അതിൻ്റെ ഇന്നോഗ്രേഷൻ പോലും കഴിഞ്ഞിട്ടില്ല. പക്ഷേ ഏറ്റവും ബ്യൂട്ടിഫുള്ളായ പ്ലേസ് നമ്മൾ ഇന്ത്യയിൽ തന്നെ അവർ സെലക്ട് ചെയ്തത് കാസർഗോഡിൽ നമ്മളുടെ ഗേറ്റ് വേ ബാക്കിലാണ്. അപ്പം തന്നെ നമുക്ക് ആലോചിക്കാം എത്ര ബ്യൂട്ടിഫുൾ ആയിരിക്കും അതെന്ന്. 2 നോർത്ത് ഇന്ത്യൻ വെഡ്ഡിങ് സെയിം ഡേ അവിടെ നടക്കുന്നുണ്ടായിരുന്നു. പുറത്ത് പോകുമ്പോൾ വെയിലത്തായതുകൊണ്ട് ഒരു കുട പോലും അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് റൂമിൽ നിന്ന് പുറത്തിറങ്ങാൻ. പിന്നെ റൂമിൽ നിന്ന് നമുക്ക് പോകേണ്ട സ്ഥലത്തേക്ക് കൊണ്ടുവിടാൻ വേണ്ടി അവിടെ ചെറിയ ചെറിയ വണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിൽ തന്നെ പോകാൻ കൊണ്ട് വെയിലൊന്നും അടിക്കില്ല. ഇത് ആ വീടിൻ്റെ ബാക്കിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ, പുറത്തിറങ്ങിയിട്ട് നോക്കിക്കഴിഞ്ഞാൽ അവിടെ നമ്മളുടെ പുഴയുണ്ടാവും. പിന്നെ നമുക്കവിടെ ഗാർഡൻസും ഒക്കെ ഉണ്ട്. ഇതിൽ റൂംസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹട്ടും ആ വീടും മാത്രമല്ലാണ്ട് വേറെയും ഇഷ്ടം പോലെ റൂംസ് ഇങ്ങനെ അപ്പാർട്ട്മെൻറ്റ് ടൈപ്പിലും ഉണ്ട്. ഇത് അവിടുത്തെ റൂമാണ്. ഒരു റൂം ഞാൻ ജസ്റ്റ് ഒരു റൂം എടുത്ത്, എല്ലാ റൂമും സെയിം ഒരേപോലെ അല്ല. ഇത് അവിടുത്തെ ഒരു ടൈപ്പ് റൂം. ഇത് ഇവർക്ക് ഞങ്ങൾ ഹെയർ സ്റ്റൈൽ ചെയ്യാൻ പോയത് ഇത് ആൻറ്റി ചെയ്തതാണ് കേട്ടോ. ഞാൻ ജസ്റ്റ് വീഡിയോ മാത്രം എടുത്ത്. ഇത് വേറൊരാൾ അവരെ ഹെയർ സ്റ്റൈൽ ചെയ്ത്, ഇത് ജസ്റ്റ് ക്രിംപ് ചെയ്ത് ബ്ലോ ഡ്രൈ ചെയ്ത് വെച്ചതേ ഉള്ളൂ. കല്യാണം കൂടാൻ വന്നവർക്ക് ഓരോ റൂം എടുത്തു കൊടുത്തു, അവർക്ക് ബ്യൂട്ടീഷ്യൻസിനെ അറേഞ്ച് ചെയ്ത് കൊടുത്തു. അത്രയും ഗ്രാൻഡ് വെഡ്ഡിങ് ആയിരുന്നു അവിടെ ഉണ്ടായത്. അതൊരു കല്യാണമല്ല, 2 കല്യാണം. അങ്ങനെ പിന്നെ നമ്മൾ പുറത്തിറങ്ങി. അന്നത്തെ ദിവസത്തെ ഇതൊക്കെ കഴിഞ്ഞു. ഇനി നാളെയും ഇങ്ങോട്ട് വരാനുണ്ട്. ഞങ്ങൾ അന്ന് തിരിച്ച് വീട്ടിൽ പോയി. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം നമ്മൾ വന്നത് ഉച്ചയ്ക്ക് ശേഷമായിരുന്നു. അന്ന് തന്നെ 2 കുട്ടികളുടെ ഹെയർ സ്റ്റൈൽ ചെയ്തുകൊണ്ടിരുന്നാണ്ടി. ഈ കുട്ടികൾ വെച്ചാൽ 7th സ്റ്റാൻഡേർഡ് 8th സ്റ്റാൻഡേർഡ് മറ്റും പഠിക്കുന്ന കുട്ടികളാണ്. നമ്മളെല്ലാം കല്യാണത്തിന് പോകുമ്പോൾ തലയിൽ മുകളിലൊരു ഹെയർ ബാൻഡ് പോലൊരു മുല്ലപ്പൂ ചൂടി തന്നിട്ട് അത് ആട്ടിക്കൊണ്ട് നടക്കുന്നത് നമ്മ. ഇവിടെ ആണെങ്കിൽ കുട്ടികൾ ഫുൾ പ്ലാൻഡ് ആയിരുന്നു. അവർക്കറിയാം, അവർ യൂട്യൂബിൽ പിന്നെ ഗൂഗിളിലൊക്കെ ഫോട്ടോ കാണിച്ചെന്ന് അതുപോലെ ആൻറ്റിയോട് ചെയ്തു തരാൻ പറഞ്ഞ് ആൻറ്റി അങ്ങനെ ചെയ്ത് കൊടുത്തതാണ് ഹെയർ സ്റ്റൈൽ. മെസ്സി ആയിട്ടുള്ള ഹെയറാണ് ഈ കുട്ടി പറഞ്ഞ്. അങ്ങനെ അതുപോലെ ചെയ്തു. ഇത് വേറൊരാൾ ഹെയർ ചെയ്ത്. അധികം പേരും ചോദിക്കുന്നത് ഏകദേശം സ്പാ ആണ്. മുന്നേ ഞാൻ ഈ റീൽസൊക്കെ കാണുമ്പോൾ വിചാരിക്കാറുണ്ട് ഈ നോർത്ത് ഇന്ത്യൻസ്, ഇതാണ് നമ്മളുടെ നോർത്ത് ഇന്ത്യൻ വെഡ്ഡിങ്. ഞാനും ഫസ്റ്റ് ടൈം ആയിട്ടാണ് കാണുന്നത്, ഞാനിതുവരെ കണ്ടില്ല. ഈ നമ്മുടെ 2 കൺട്രീസിൽ കുതിരപ്പുറത്ത് ചെക്കനെ കയറ്റി വരുന്ന സീനെല്ലാം ഉണ്ടല്ലോ. ലാസ്റ്റ് ഇഷാ തൽവാറിനെ കല്യാണം കഴിക്കാൻ നമ്മൾ ഉല്ലാസ് ഈ കുതിരപ്പുറത്ത് കയറി വരുന്ന ആ സീനൊക്കെ ഞാൻ ലൈവായിട്ട് കണ്ടത് ഇവിടെ പോയപ്പോഴാണ്. ബാൻഡ് മേളവും പിന്നെ
അവർ ചെക്കൻ്റെയും പെണ്ണിൻ്റെയും ഒക്കെ ബന്ധുക്കൾ ഡാൻസ് കളിച്ചുകൊണ്ട് മുന്നോട്ടൊക്കെ വരുന്നു. പിന്നെ അത് കഥകളിയും മോഹിനിയാട്ടമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. പിന്നെ ഇവിടുന്ന് ചെക്കൻ കുതിരപ്പുറത്ത് കയറിപ്പോകുന്ന സീനാണ് ഇവിടെ ഉള്ളത്. ചെക്കനത് കുട പിടിച്ചു കൊടുക്കുന്നുണ്ടാരോ, അതിൻ്റെ ഇടയിൽ കുതിരപ്പുറത്ത് കയറി വരുന്നുണ്ട്. രാത്രിയാണ് കേട്ടോ ഇവരെ കല്യാണം. ശരിക്കും ഇവരെ കല്യാണം കാണുമ്പോൾ എനിക്ക് തോന്നി നമ്മളെ കേരളത്തിലുള്ള കല്യാണത്തിനേക്കാൾ എത്രയോ ബെറ്ററാണ് അവരെ കല്യാണം. അവർ നാദസ്വരമൊന്നും വെക്കാണ്ട് നല്ലൊരു ഗൂസ് ബംസ് വരുന്ന പോലത്തെ റൊമാൻറ്റിക്കായ സോങ് അതൊക്കെ വെച്ചിട്ടാണ് കല്യാണം കഴിച്ചത്. കാണുമ്പോൾ തന്നെ നമുക്കിങ്ങനെ ഗൂസ് ബംസ് അടിച്ചിരിക്കാം. ഈ സീതാ കല്യാണ അതൊക്കെ വെച്ച്, പക്ഷെ നല്ല രസമായിരുന്നു. കുറേ പേര് ഈ മോഹിനിയാട്ടം കഥകളി അവരുടെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നു. അവർക്കൊരു ഫോട്ടോഷൂട്ടിനും ബെറ്ററായ സംഭവം ഒപ്പിച്ചു കൊടുത്താന്ന് തോന്നുന്നു. അത് കഴിഞ്ഞ് ഇവരുടെ കല്യാണം കഴിഞ്ഞു. അതിനുശേഷം ഞങ്ങൾ അവിടെ നിന്ന് പോയി. അത്ര സമയം നോക്കി നിന്നുള്ളൂ.